കൊച്ചി വെണ്ണലയിൽ മകൻ അമ്മയെ വീട്ടുമുറ്റത്ത് കുഴിച്ചുമൂടി. വെണ്ണല സ്വദേശി അല്ലിയാണ് മരിച്ചത്. മകൻ പ്രദീപ് പോലീസ് കസ്റ്റഡിയിലാണ്. ഇയാൾ മദ്യലഹരിയിലായിരുന്നുവെന്നും മരിച്ചതിന് ശേഷം കുഴിച്ചുമൂടുകയായിരുന്നുവെന്നുമാണ് മൊഴി നൽകിയത്. SCP രാജ്കുമാറാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകൂ എന്നും SCP അറിയിച്ചു. ഇന്നലെ രാത്രിയിൽ വീട്ടിൽ നിന്നും വലിയ ബഹളം കേട്ടിരുന്നെന്നും ഇയാൾ അമ്മയെ ഉപദ്രവിക്കുന്നത് പതിവായിരുന്നുവെന്നും അയൽവാസികൾ പറഞ്ഞു. ഇവിടെ ഒറ്റപ്പാടും കാണും. പരിസരവാസികളൊക്കെ മടുത്തിരിക്കുകയാണ് ഇവിടെ. അല്ല, അവർക്കാർക്കും താല്പര്യമില്ല. അവരാരും ഇടപെടാറില്ല സബ്ജക്റ്റിൽ. ഈ അമ്മ ഇപ്പം കുറെ നാളായിട്ട് കിടപ്പാണ്. പുറത്തോട്ടൊന്നും അധികം പോലെ കാലിലൊക്കെ വ്രണം വന്നിട്ട് നടക്കാനൊന്നും പറ്റാത്തൊരു കണ്ടിട്ടില്ലാണ്. നാട്ടുകാർ ഇങ്ങനെ ആയത് കാരണം ആരും അങ്ങനെ അടുക്കാറില്ല. എല്ലാവരും ചീത്ത വിളിക്കലും കാര്യങ്ങളൊക്കെ. ഒരു മകൻ മാത്രമേ ഉള്ളൂ. ഒരു സഹോദരി ഉണ്ട്. വിവരങ്ങളുമായി കിരൺകുമാർ ഒപ്പം ചേരുന്നു. കിരൺകുമാർ, പോലീസ് എന്താണ് പറയുന്നത് ഈ വിഷയത്തിൽ? കാരണം അമ്മയെ വീട്ടുമുറ്റത്ത് കുഴിച്ചുമൂടിയെന്ന് സമ്മതിക്കുന്നു, മരിച്ചതിന് ശേഷമാണെന്ന് മൊഴിയിൽ പറയുന്നു. മകൻ അങ്ങനെ പറഞ്ഞു വെക്കുന്നു. പക്ഷേ ദുരൂഹതകൾ ഏറെയല്ലേ? കൃഷ്ണരാജ്, ഇന്ന് രാവിലെയോടുകൂടിയാണ് ഈ സംഭവം പുറത്ത് അറിയുന്നത്. രാവിലെ അയൽവാസികൾ ആണ് ഇയാൾ ഈ വീടിന് സമീപത്ത് ഇങ്ങനെ കുഴിയെടുക്കുന്ന രീതിയിൽ കാണുകയും പിന്നീട് പോലീസിനെ വിളിച്ചറിയിക്കുകയും ചെയ്യുകയായിരുന്നു. പോലീസ് വന്ന് നടത്തിയ പരിശോധനയിലാണ് വീടിന്റെ മുറ്റത്തെ കുഴിയിൽ അമ്മയെ മൂടിയ രീതിയിൽ കണ്ടെത്തിയത്. ഏതായാലും ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്ന ഒരു കാര്യം, ഈ മകൻ പ്രദീപിനെ നേരത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് മൊഴി ശേഖരിച്ചിരുന്നു. ഈ മൊഴിയിൽ ഇയാൾ പറയുന്നത് അമ്മ മരിച്ചതിന് ശേഷം താൻ കുഴിച്ചിടുകയായിരുന്നു എന്നുള്ളൊരു കാര്യം തന്നെയാണ്. ഏതായാലും ഈ കാര്യം തന്നെ നേരത്തെ സമീപവാസികളോടും ഇയാൾ പറഞ്ഞിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അയൽക്കാരുടെയൊക്കെ എടുത്തു ചെന്ന് വീട്ടിൽ ചെന്ന് ഇന്നലെ തന്നെ ഇങ്ങനെ ഇത്തരത്തിൽ അമ്മ മരണപ്പെട്ടുവെന്നും അമ്മയെ കുഴിച്ചിടാനായിട്ട് സഹായിക്കണം എന്ന രീതിയിൽ ഇയാൾ പറഞ്ഞിരുന്നു എന്ന രീതിയിലും ചില ആളുകൾ നാട്ടുകാരായിട്ടുള്ള ചില ആളുകൾ പ്രതികരിക്കുകയുണ്ടായിരുന്നു. ഏതായാലും ഈ മരിച്ചതിന് ശേഷമാണ് കുഴിച്ചിട്ടത് എന്നുള്ളൊരു കാര്യമാണ് ഇയാൾ പറയുന്നത്. ഈ കാര്യത്തിൽ കൂടുതൽ വ്യക്തത ലഭിക്കേണ്ടതുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. നേരത്തെ എറണാകുളം SCP ഈ കാര്യം വ്യക്തമാക്കിയുണ്ടായിരുന്നു. വലിയ ആഴത്തിലുള്ള കുഴിയല്ല ഇയാൾ ഉണ്ടാക്കിയിട്ടുള്ളത്. വീടിന് സമീപത്ത് തന്നെ ചെറിയൊരു കുഴി മാത്രമായിരുന്നു. ഈ കുഴിയിൽ തന്നെ ഈ മൃതദേഹത്തിന്റെ കാലുകളടക്കം പുറത്തു കാണുന്ന രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നാണ് പോലീസ് ഏതായാലും പറയുന്നത്. ഈ മൃതദേഹം ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടത്തിന് അയക്കും. ഏതായാലും ഈ മകൻ വലിയൊരു മദ്യപാനിയായിരുന്നു എന്നുള്ളൊരു കാര്യം കൂടി ഏതായാലും അയൽവാസികൾ പറയുന്നുണ്ട്. സ്ഥിരമായി തന്നെ ഇയാൾ പ്രശ്നം ഉണ്ടാക്കി വരാറുണ്ടായിരുന്നു. ഒപ്പം ഇയാളുടെ വീട്ടിൽ ഇന്നലെ ഉണ്ടായിരുന്നത് അമ്മയും ഈ മകനും മാത്രമായിരുന്നു. ഇവർ 3 പേരാണ് ഇവിടെ താമസിക്കുന്നത്. അമ്മയും മകനും ഒപ്പം ഇയാളുടെ ഇളയ മകനുമാണ് ഈ വീട്ടിലുണ്ടായിരുന്നത്. ഭാര്യയും ഒപ്പം മൂത്ത മകനും നേരത്തെ തന്നെ പിണങ്ങിപ്പോയതായിട്ടുള്ള കാര്യമാണ് നാട്ടുകാരും പറയുന്നത്. ഇന്നലെ ഈ ഇളയമോൻ, അതായത് ഇവരുടെ ഒപ്പം വീട്ടിലുള്ള ഇളയമോൻ ഇന്നലെ വീട്ടിലുണ്ടായിരുന്നില്ല. ഈ സമയത്താണ് സംഭവങ്ങൾ നടന്നിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ രാത്രിയും വലിയ രീതിയിൽ തന്നെ ബഹളങ്ങൾ കേട്ടിരുന്നു എന്നുള്ളൊരു കാര്യം കൂടി ഏതായാലും നാട്ടുകാർ പറയുന്നുണ്ട്. ഏതായാലും ഇനിയിപ്പോൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമായിരിക്കും ഇത് കൊലപാതകമാണോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളാണോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിതി വ്യക്തത ലഭിക്കുകയുള്ളൂ. ശരി, വിവരങ്ങൾ നൽകിയത് കിരൺകുമാറാണ്. കൊച്ചി വെണ്ണലയിൽ മകൻ മദ്യലഹരിയിലായിരുന്നുവെന്ന് വ്യക്തമാണ്. മൊഴിയിൽ അത് പറയുന്നുണ്ട്. അമ്മ മരിച്ചതിന് ശേഷമാണ് കുഴിച്ചിട്ടതെന്ന് പറയുന്നു. അപ്പോഴാണ് ചോദ്യം ഉയരുന്നത്, ആരും അറിയാതെ എന്തിന് കുഴിച്ചിട്ടു? ഇപ്പോൾ പോലീസ് പറയുന്നത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ കൃത്യമായൊരു വിവരം പറയാനാകൂ, കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകൂ എന്നാണ്. ഇന്നലെ രാത്രി വീട്ടിൽ നിന്ന് വലിയ ബഹളം കേട്ടിരുന്നു, ഇയാൾ അമ്മയെ പതിവായി ഉപദ്രവിച്ചിരുന്നു എന്നൊക്കെ അയൽവാസികൾ പറയുന്നുമുണ്ട്. ആകെ ദുരൂഹതയുണ്ട് ഇക്കാര്യത്തിൽ. വിവരങ്ങൾ നൽകുകയായിരുന്നു കിരൺകുമാർ.